എടുത്താൽ, രാഷ്ട്രീയ കൊലപാതകം എടുത്താൽ CPM-ന്റെ പങ്ക് വളരെ. മഞ്ചേശ്വരത്തെ ജബ്ബാർ ചൈതന്യ യാത്ര കഴിഞ്ഞ് എനിക്ക് നേരിട്ട് അറിയാവുന്ന ജബ്ബാർ ആ പരിപാടിയിൽ പങ്കെടുത്ത് തിരിച്ചു പോകുമ്പോഴാണ് ജബ്ബാറിനെ കൊലപ്പെടുന്നത്. ആ കൊലപാതകം ജബ്ബാറിൻ്റെ വീട്ടുകാർ CBI അന്വേഷിപ്പിച്ച് ഏരിയ സെക്രട്ടറി, നിങ്ങൾക്ക് തന്നെ അറിയാം, മഞ്ചേശ്വരം ഏരിയ സെക്രട്ടറി അടക്കം ജയിലിലാണ്. ഷുക്കൂർ വധം തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിലെ അരിയിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സംഭവം. പട്ടുവം പഞ്ചായത്ത് നൂറുകണക്കിന് ആളുകൾ നോട്ട് തിരിക്കാൻ മീശപോലും പിടിക്കാത്ത കൊച്ചു പയ്യന് 16-17 വയസ്സുകൾ ഭീകരമായി കൊലപ്പെടുന്നു. എന്നിട്ട് പറയുന്നത് ഞങ്ങളല്ല. അവസാനം P. ജയരാജന് പറയേണ്ടി വന്നു. സംഘടനത്തിനിടയിൽ സംഭവിച്ചു. ഒരു സംഘടന ഉണ്ടായോ? ആർക്കും വേറെ പരിക്കുമില്ല. ഇവിടെ തലശ്ശേരിയിലുണ്ടായ ഫസൽ വധം ആദ്യം ആഭ്യന്തരമന്ത്രിയായ വർഷം പറഞ്ഞത് RSSകാരാണ്. ഫസലിൻ്റെ ഭാര്യ ഹൈക്കോടതിയിൽ പോയി CBI അന്വേഷണത്തിന് ഉത്തരവ് വന്നു. P. ശശിയുള്ളവരാണ് CBI ചോദ്യം ചെയ്തത്. അപ്പം CBIക്കെതിരെ പ്രകടനമാണ്. അപ്പം കേരളത്തിൽ നടന്നിട്ടുള്ള ഇത്തരം രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ CPM-ന്റെ പങ്ക് സംശയാതീതമായി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ജയകൃഷ്ണ മാസ്റ്റർ വധമുണ്ടായപ്പോൾ ഇത് തന്നെ പറഞ്ഞു. അപ്പോൾ ഈ കേസിൽ കഴിഞ്ഞ കുറേ നാളുകളായി ചന്ദ്രശേഖരന് നേരെ വധശ്രമം ഉണ്ടായിരുന്നു, അക്രമ ഭീഷണി ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ നിരവധി സഹപ്രവർത്തകന്മാർക്ക് നേരെ അക്രമ ഭീഷണി ഉണ്ടായിരുന്നു. അതേ കുഞ്ചിയം പഞ്ചായത്ത് പ്രസിഡന്റ് ജയരാജ് ഭീകരമായ മർദ്ദനമേറ്റ ആശുപത്രിയിലായിരുന്നു. ജയൻ കണ്ണൂർക്കരയിൽ ബാലൻ എന്ന് പറയുന്ന പ്രവർത്തനം ഭീകരമായി മർദ്ദിച്ചു. അവരുടെ സമ്മേളനം നടത്താൻ കഴിയാത്ത സ്ഥിതിവിശേഷം ഉണ്ടാക്കി. പിന്നീട് പോലീസ് പ്രൊട്ടക്ഷനോടെ സമ്മേളനം നടത്തിയത്. ഒഞ്ചിയത്തെ രക്തസാക്ഷി ദിനം കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പായിരുന്നു. അന്ന് പറഞ്ഞത് ചന്ദ്രശേഖരനെ വെള്ളം പതപ്പിച്ച് കിടത്തുമെന്നാണ്. ഈ സാഹചര്യങ്ങളൊക്കെ പാർട്ടിക്കാരും ആ പ്രവർത്തനം ജനങ്ങൾ വ്യക്തമാക്കുന്ന അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. ഇത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അറിവോടെ നടന്നിട്ടുള്ള ഈ ഭീകരമായ കൊലപാതകം. ഞാൻ അതിൽ ഉറച്ചു നിൽക്കുകയാണ്. പ്രധാനപ്പെട്ട സീറ്റുകൾ ആണെന്ന് വെച്ചാൽ നെയ്യാറ്റിൻകര ഇലക്ഷൻ ബൈ ഇലക്ഷൻ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നെങ്കിൽ അന്വേഷണം കുറച്ചുകൂടെ തീർത്തുകൊണ്ട് പോകാനും അതുപോലെ ഈ അറസ്റ്റ് വൈകിപ്പിക്കാനുള്ള ശ്രമങ്ങൾ, അതുപോലെ തന്നെ ഈ കൊല്ലപ്പെട്ട TP-യുടെ ഭാര്യയും ബന്ധുക്കൾ ഉൾപ്പെടെ നെയ്യാറ്റിൻകര ഇലക്ഷൻ നടത്താൻ വേണ്ടി കോൺഗ്രസ് ഒരു ശ്രമമുണ്ടെന്ന് പറഞ്ഞു. അല്ല, നെയ്യാറ്റിൻകര തെരഞ്ഞെടുപ്പും ഇതുമായിട്ട് എന്താ ബന്ധം? നെയ്യാറ്റിൻകര തെരഞ്ഞെടുപ്പ് ഈ ബന്ധവുമായിട്ട് എന്താ ബന്ധം? നെയ്യാറ്റിൻകര തെരഞ്ഞെടുപ്പ് നടത്തി നമ്മുടെ UDF വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കും. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഇങ്ങോട്ട് എടുത്തു വന്നത് ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ CPM ജയിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജയിച്ചു. 3 ഉപതെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾ ജയിച്ചു. പഞ്ചായത്ത് ഞങ്ങൾ ജയിച്ചു. അസംബ്ലി ജയിച്ചു. പിറവത്ത് ജയിച്ചു. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ മുതൽ ഇതുവരെ ഒരു തെരഞ്ഞെടുപ്പിൽ CPM ജയിച്ചിട്ടില്ല. അവരത് വിലയിരുത്തിട്ട് അവരുടെ നയങ്ങൾക്കെതിരായി കേരളത്തിലെ ജനങ്ങൾ ശക്തമായ നിലപാട് ചെയ്യുന്നില്ല. ഇത്തരം തെറ്റായ നയങ്ങളാണ് CPM നേതൃത്വം പിന്തുടരുന്നത്. അതുകൊണ്ടാണ് ഈ തുടർച്ചയായ തോൽവി CPM നേരിടുന്നത്. അപ്പൊ UDF ഒരു വിന്നിംഗ് സ്പ്രീയിലാണ്. ഞങ്ങൾ വിജയത്തിന്റെ പാതയിലാണ്. ഞങ്ങൾ നെയ്യാറ്റിൻകരയ്ക്ക് വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കും. അവിടെ ഇതൊന്നും ഞങ്ങൾക്ക് വിഷയമേ അല്ല. പിന്നെ സ്വാഭാവികമായി കേരളത്തിൽ നടക്കുന്ന ഇത്രയും ഭീകരമായ ഒരു കൊലപാതകം ജനങ്ങൾ ചർച്ച ചെയ്താൽ ഞങ്ങളെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? ഗൂഢാലോചന എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ ഈ ക്രിസ്ത്യാനികളുടെ വിഭാഗത്തിലൊന്നും ഈ ഗൂഢാലോചന അറിയാതെ പോകുന്നത് കാര്യക്ഷമതയില്ലായ്മകൊണ്ടല്ലേ? അല്ല, അതൊക്കെ പരിശോധിക്കേണ്ട കാര്യങ്ങളാണ്. എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നത്? അതൊക്കെ വളരെ വിശദമായി പരിശോധിക്കേണ്ട കാര്യങ്ങളാണ്. ഇതിന് വേറെ കാര്യം ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ മുൻപുണ്ടായ പല ഭീഷണികൾ ഇതുകൊണ്ടൊക്കെയാണ് ആരോപണം ഉന്നയിക്കുന്നത്. അല്ലാതെ ഈ ഒരു കൊലപാതകം CPM ആണെന്നതിന് വ്യക്തമായ തെളിവുകൾ അത്തരത്തിൽ എന്തെങ്കിലും നമുക്ക് ഇതായിട്ടുണ്ടോ? ഇതെല്ലാം സാഹചര്യ തെളിവുകൾ. അല്ലാണ്ട് ഇപ്പൊ ചന്ദ്രശേഖരന്റെ വല്ല വീട്ടുവഴക്കുണ്ടാണ് ആർക്കെങ്കിലുമായിട്ട്. ചന്ദ്രശേഖരൻ വേറെ ഏതെങ്കിലും പാർട്ടിക്കാരോട് വലിയ വിരോധവും ചന്ദ്രശേഖരന് വല്ല ഗുണ്ടയോ കൊള്ളക്കാരനല്ലോ. ജനങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട, നാട്ടിലെ ജനങ്ങൾക്ക് ഏറ്റവും സമ്മതനായ ഒരു പൊതുപ്രവർത്തകനാണ് അയാൾ. ഞാനവിടെ അന്വേഷിച്ചിടത്തോളം അവിടെയൊന്നും ആർക്കും അദ്ദേഹത്തോട് ഒരു വിരോധമില്ല. അദ്ദേഹം ഒരു രാഷ്ട്രീയ നിലപാടെടുത്തു എന്നുള്ളതല്ലാതെ മറ്റൊരു വിരോധത്തിന് യാതൊരു കാരണവുമില്ല. അപ്പൊ CPM-ന്റെ ഒരു ശൈലി വെച്ച് നോക്കുമ്പോൾ ഇത്രയും സാഹചര്യത്തിൽ ഈ സംഭവം ഉണ്ടാകുന്നതിന് മുമ്പ് ഇവരൊക്കെ പോയതെന്തിനാണ്? സ്ഥലം വിട്ട് പോയതെന്തിനാണ്?
അപ്പൊ ഇതെല്ലാം കാണിക്കുന്നത് ഇവർക്കെല്ലാം ഇത് അറിയാമായിരുന്നു. ഈ ഗൂഢാലോചനയിൽ ഇവർക്ക് CPM വലിയ പങ്കുണ്ട് എന്നുള്ളത് കൊണ്ടല്ലേ ഇത് പോകുന്നത്. സത്യം പറയുമ്പോൾ എന്തിനാണ് മറ്റുള്ളവരുടെ അല്ലെങ്കിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്? CPI സത്യം പറഞ്ഞു. ഇപ്പൊ അതാണ് ഏറ്റവും വലിയ പ്രശ്നമായി പിണറായി വിജയൻ കാണുന്നത്. അവരൊരു രാഷ്ട്രീയ സത്യം തുറന്നു പറഞ്ഞ് ഞങ്ങളുടെ എതിരാളികളാണ് അവർ, ഞങ്ങളുമായിട്ട് അഭിപ്രായ വ്യത്യാസം എല്ലാ കാര്യത്തിലും ഉണ്ട്. പക്ഷെ CPI ഒരു സത്യം പറഞ്ഞതിന് എന്തിനാണ് അവരുടെ അല്ലെങ്കിൽ ചേർന്നത്? എന്റെ ചോദ്യം, CPM എന്തിനാണ് ഭയക്കുന്നത്? ഈ കൊലപാതകത്തിന്റെ സത്യസ്ഥിതി പുറത്തു വരുന്നതിനെ CPM എന്തിന് ഭയപ്പെടുന്നു? ഈ ഗൂഢാലോചനയുടെ പ്രതികളുടെ ലിസ്റ്റ് വരുമ്പോൾ അതിൽ CPM നേതാക്കൾ ഉണ്ടാവും. അല്ല, അതെനിക്ക് പറയാൻ അറിയില്ല. ഞാനല്ല അന്വേഷണം നടത്തുക. ഞാൻ ആഭ്യന്തരമന്ത്രി ആയിരുന്നെങ്കിൽ പറയാമായിരുന്നു. എന്നാലും സംസ്ഥാന നേതൃത്വത്തിന് നേരിട്ട് പങ്കുണ്ടാവും ഈ CPM സംസ്ഥാന നേതൃത്വത്തിന് നേരിട്ട് തന്നെ പങ്കുണ്ടാവുമെന്ന് സംശയിക്കുന്നുണ്ട്. അല്ല, അതൊക്കെ പരിശോധിക്കേണ്ട കാര്യം. CPM പങ്കുണ്ടെന്നുള്ള കാര്യം സംശയാതീതമാണ്. ഏത് നേതാക്കന്മാർക്ക് പങ്കുണ്ടെന്നൊക്കെ എന്നോട് ചോദിച്ചാൽ എനിക്കറിയാൻ പറ്റില്ല. കാരണം നമ്മളല്ലല്ലോ ചെയ്യുന്നത്. DGP ആഭ്യന്തരമന്ത്രി എത്തുമ്പോൾ അന്വേഷണ സംഘത്തിൽ നിന്ന് നീതി പ്രതീക്ഷിക്കാൻ കഴിയും. അന്വേഷണ സംഘത്തിൽ DGPയുടെ വാക്കുകൾ ആഭ്യന്തരമന്ത്രി എത്തുമ്പോൾ അന്വേഷണം തെറ്റായ രീതിയിലോട്ട് വഴിമാറില്ലേ? ഇതൊക്കെ ആഭ്യന്തരമന്ത്രി തന്നെ പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞ ഒരേ കാര്യങ്ങൾ. അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളൊന്നും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞ എന്താണ്? കച്ചവട താല്പര്യമാണ്. കച്ചവട താല്പര്യം എന്ന് പറഞ്ഞാൽ ഈ കൊല്ലുന്ന ആളുകൾ കൊട്ടേഷൻ പണം വാങ്ങിച്ചു എന്നുള്ളതാണ്. അവര് കച്ചവടത്തിന് നടക്കല്ലേ, ആളുകളെ പണം കൊടുത്ത് പണം വാങ്ങിച്ചിട്ട് ആളെ കൊല്ലുക. ഒരു കാര്യം കൂടി എനിക്ക് പറഞ്ഞു, കേരളത്തിലെ കൊട്ടേഷൻ സംഘങ്ങളെ പൂർണ്ണമായി അമർച്ച ചെയ്യാൻ സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് വരണം. ഇവിടെ മാത്രമല്ല, കേരളത്തിന്റെ എല്ലാ ഭാഗത്തും നിയമസമാധാന ലംഘനം ഉണ്ടാക്കാൻ വേണ്ടി കൊട്ടേഷൻ സംഘങ്ങൾ വ്യാപകമാവുകയാണ്. അതിനെ ശക്തമായി അമർച്ച ചെയ്യാൻ സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് വരേണ്ടതാണ്. എല്ലാവർക്കും ബാധകമാണ്. ഒരിക്കലും അങ്ങനെ ഉണ്ടായാലും കൊട്ടേഷൻ സംഘം അതൊക്കെ വെറും മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രചരണമാണ്. ആരും കൊണ്ടുവരാൻ കൊട്ടേഷൻ സംഘം ഇവിടെ ഉള്ള പ്രവർത്തകരെ കൊണ്ട് വോട്ട് ചെയ്യിക്കാൻ പറ്റത്തില്ല. ഇവിടെ കൊട്ടേഷനെ കൊണ്ടുവരുന്നത് സംസ്ഥാന പോലീസിന് കഴിയാതെ വരുന്നത്, കൊട്ടേഷൻ സംഘടനകളെ നേരിടുന്നതിന് നിയന്ത്രിക്കുന്നത് സംസ്ഥാന പോലീസിന് കഴിയാത്ത സാഹചര്യം അല്ല. അത് കുറെ നാളുകളായി, ഇപ്പൊ തുടങ്ങിയതല്ല. ഞാൻ ആരെയും കുറ്റപ്പെടുത്തില്ല. കഴിഞ്ഞ LDF ഗവൺമെന്റ് കാലത്തും ഈ കൊട്ടേഷൻ എന്ന് പറയുന്ന കുറെ ആളുകൾക്ക് നല്ല വരുമാനം ഉണ്ടാകുന്ന ഒരു തൊഴിലായി മാറിയിരിക്കുകയാണ്. അത് ഒരു ഗവൺമെന്റിന്റെ കുറ്റമാണ്. കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് ഉണ്ടായിരുന്നു. ഇത് കേരളത്തിൽ പണം കൊടുത്താൽ ആരും ഉപദ്രവിക്കാനുള്ള ഒരു സംഘമായിട്ട് എല്ലായിടത്തും ഉണ്ട്. പണ്ടൊക്കെ നഗരങ്ങളിലേ ഉണ്ടായിരുന്നു, ഇപ്പൊ ഗ്രാമങ്ങളിലുണ്ട്. അപ്പൊ അത് ഏതെങ്കിലും ഗവൺമെന്റിന്റെ തകരാറ് കുറെ കൂടി ശക്തമായ നടപടികൾ ഗവൺമെന്റും പോലീസും സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ഇന്നലെ ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള ചില മാധ്യമങ്ങൾ പറഞ്ഞു, ഞാൻ ഈ പ്ലാച്ചിമടയിൽ അടുത്ത് ഒരു ഡിസ്റ്റിലറി തുടങ്ങുന്നതിനെ സംബന്ധിച്ച്, പ്ലാച്ചിമടയിലല്ല പുതിയമടയിൽ, ഞാൻ ഗവൺമെന്റ് ഒരു തീരുമാനമെടുത്താൽ അതിൻ്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കാതെ ഞാൻ പറയുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ തിരക്കായി പോലും പരിശോധിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഗവൺമെന്റ് ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. ആ ഗവൺമെന്റ് എടുത്ത തീരുമാനത്തെ വസ്തുതകൾ മനസ്സിലാക്കാതെ ഞാൻ പ്രതികരിക്കുന്നത് ശരിയല്ലാത്തത് കൊണ്ടാണ് പ്രതികരിക്കാറുള്ളത്. ഗവൺമെന്റ് അങ്ങനെ ഒരു തീരുമാനമെടുത്താലും അവിടുത്തെ ഡിസ്റ്റിലറിയെ തുടങ്ങണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അവിടുത്തെ ജനങ്ങളുടെ താല്പര്യം പരിഗണിച്ചുകൊണ്ട് അവിടെയുള്ള ഗ്രാമപഞ്ചായത്ത് അവരൊരു തീരുമാനം എടുക്കട്ടെ. അതിനകത്തൊരു നിലപാട് പാർട്ടിക്കില്ല. അത് പ്രാദേശികമായ പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനമാണ് കോൺഗ്രസ് പാർട്ടി എടുക്കാൻ ആവശ്യം. ആ കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടാണ്. അത് അവർ തീരുമാനിക്കേണ്ടത് എന്ത് ചെയ്യണം. അദ്ദേഹത്തിന് മതിയായ സംരക്ഷണം പോലീസ് കൊടുക്കണം. UDF-ൽ ബാലകൃഷ്ണപിള്ള ഗണേഷ് പ്രശ്നം രൂക്ഷമാകും. ആ പ്രശ്നം പരിഹരിക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചിട്ടുള്ളത്. വീണ്ടും ആ ശ്രമം ഞങ്ങൾ തുടരും. കുറച്ച് കാര്യങ്ങൾ അക്കാര്യത്തിൽ പുരോഗതി ഉണ്ടായിരുന്നു. ചർച്ചകളിലൂടെ പുരോഗതി ഉണ്ടായിരുന്നു. ഇനിയും അത് കൂടുതൽ ചർച്ച ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പത്രവാർത്തകൾ കണ്ടപ്പോൾ ഞങ്ങളെ യോജിപ്പിച്ചു പോകണം എന്നുള്ളതാണ് അഭിപ്രായം. അതായത് UDF-ന് ഇതിലൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയില്ല എന്നാണ് ബാലകൃഷ്ണപിള്ള പറഞ്ഞത്. അതുപോലെ തന്നെ